ശ്രീ സേനാപതി വേണു, സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാരിനെതിരെ ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം നടത്തിയോ, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു പിണറായിസത്തെക്കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും കേരളത്തിലെ ജനത പിണറായിസം എന്താണെന്ന് വിലയിരുത്തി. 5.5 ലക്ഷം പേർക്ക് കിടക്കാൻ കഴിയുന്ന വീട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിണറായിസമെങ്കിൽ അത് ആ പിണറായിസം ശരിയാണെന്ന് തന്നെ കേരളത്തിലെ ജനത വിലയിരുത്തി. 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്നത് ശരിയാണെങ്കിൽ അത് പിണറായിസം തന്നെയാണ്. ദേശീയപാത മുടങ്ങിക്കിടന്നപ്പോൾ അത് കൃത്യമായ 5000 കോടി കൂടി കൊടുത്ത് അത് ശരിയായ ട്രാക്കിലാക്കുകയാണെങ്കിൽ അത് പിണറായിസം തന്നെയാണ്. ദേശീയ തലത്തിലടക്കം 32 മേഖലകളിൽ അവാർഡ് മേടിച്ചത് കേരളമാണെങ്കിൽ അത് പിണറായിസം തന്നെയാണ്. ക്രമസമാധാന രംഗത്ത് രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നത് കേരളമാണെങ്കിൽ അത് പിണറായിസം തന്നെയാണ്. ഇതെല്ലാം കേരളം കണ്ടതാണ്. ശ്രീ സേനാപതി വേണു, എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾക്ക് എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ, കുറെ കള്ളങ്ങളല്ലാതെ? അല്ല, ഞങ്ങൾ സർക്കാരിനെ കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരു തൊഴിൽ ലഭിക്കും എന്നാഗ്രഹിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുന്ന, ശയനപ്രദക്ഷിണം നടത്തുന്ന, കയ്യിൽ കർപ്പൂരം കത്തിക്കുന്ന പാവപ്പെട്ട സഹോദരിമാര്, ഞങ്ങൾ അവരെ കുറിച്ചാണ് നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നത്. നിങ്ങളിവിടെ പെൻഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ കേരളത്തിലെ 18ഓളം വരുന്ന ക്ഷേമനിധികളിൽ നിന്ന് ഒരാൾക്ക് പോലും പെൻഷൻ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ മുമ്പേ സൂചിപ്പിച്ചവരുള്ള പെൻഷൻ അല്ല, അംശാദായം അങ്ങോട്ട് അടച്ചതിന് ശേഷം അതവരുടെ അവകാശമാണല്ലോ തിരിച്ചു കിട്ടുക എന്നുള്ളത്. 18ഓളം വരുന്ന കേരളത്തിലെ വിവിധങ്ങളായ ക്ഷേമ വകുപ്പുകളിൽ 1 രൂപ പോലും പെൻഷൻ കൊടുക്കാതെ ആ പെൻഷന് വേണ്ടി ആളുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 700 രൂപ പ്രതിദിനം നിങ്ങൾ ആശാ വർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞല്ലോ. 900 പ്രകടന പത്രികയിലെ വാഗ്ദാനം 950 പാലിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ ആശാ വർക്കർമാര് പുലർച്ചെ അവർ സമരം ചെയ്യുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയത്ത് വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു മാറ്റിയതിന് ശേഷം ഇനി ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന ആ പിണറായിസത്തിനെതിരെയാണ് ഞങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചോദിക്കുന്നത്. വിലക്കയറ്റം കൊണ്ട് കേരളത്തിലെ ജനത പൊറുതിമുട്ടി. 450 രൂപയാ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. ഇതിന്റെ ആനുപാതികമായിട്ട് കൃഷിക്കാരന് കിട്ടുന്നില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്ന പാവപ്പെട്ടവൻ അവൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പിണറായിസത്തിനെതിരെയാണ് ഷിജു ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് പറയുന്നത്. താങ്കൾ പറഞ്ഞ ഓരോ വാക്കുകളിലും ഇടക്ക് കയറി സംസാരിക്കണമെന്നെങ്കിൽ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ പറഞ്ഞ ഈ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ മുമ്പിൽ കണക്കുകളുണ്ടെങ്കിൽ രാജ്യത്ത് ഏറ്റവും അധികം നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന കേരളത്തിലെ PSC ആണ്. താങ്കൾക്ക് അറിയാമോ? കണക്കുകൾ അറിയാമോ? UPSC നടത്തുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് കേരളത്തിൽ PSC നടത്തുന്നത്. ഇന്ന് താങ്കൾ പറഞ്ഞ ആശാവർക്കർമാരുടെ ബന്ധപ്പെട്ട് 1000 രൂപയിൽ നിന്ന് 7000 രൂപ ആക്കില്ല. നിങ്ങൾ 9 വർഷക്കാലം സേനാപതി വേണു കണക്കുകൾ പറഞ്ഞു പോകുമ്പോഴും നിരുത്തരവാദപരമായി കണക്കുകൾ പറയുന്നത് ശ്രീ സേനാപതി. നിങ്ങൾ നടത്തുന്ന ഡിബേറ്റ് അല്ല, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി നടത്തുന്ന ചർച്ച അല്ല. താങ്കൾ ഒരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു കണക്ക് തിരിച്ചു പറയണ്ടേ? താങ്കൾ ഒരു കണക്ക് പറയുമ്പോൾ അല്ല, താങ്കൾ ഒരു കണക്ക് പറഞ്ഞു. താങ്കൾ അല്ല, ഞാൻ മറുപടി പറയുന്നില്ല. VK സനോജ് മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയുന്നില്ല. ശ്രീ സേനാപതിയോട് VK സനോജ് മറുപടി പറയുന്നില്ല. ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, താങ്കൾ ചോദ്യത്തിന് സനോജ് മറുപടി പറയട്ടെ. സനോജ് മറുപടി. ഞാൻ പറയുന്നില്ല ശ്രീ സേനാപതി വേണു. സനോജ് മറുപടി പറയട്ടെ. അല്ല, താങ്കൾ ചോദിച്ചല്ലോ. താങ്കൾ പറഞ്ഞൊരു കണക്കിൽ ഞാൻ ഇടപെട്ടെന്നുള്ളതാണ് ശ്രീ സേനാപതി വേണു. അതിൽ താങ്കൾക്ക് അവസരം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. സനോജ് മറുപടി പറയട്ടെ. ശ്രീ സനോജ് മറുപടി പറയാം. എന്നെ കിട്ടത്തില്ല. പ്ലീസ് അതിന് എനിക്ക് സൗകര്യം അല്ല, വേണ്ട. താങ്കൾ ചോദിച്ചതിന് മറുപടി അദ്ദേഹം പറയട്ടെ. സനോജ് പറയട്ടെ. ചോദ്യം സനോജിനോടായിരുന്നു.